ഇനി മതിവരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട്, തോപ്പുംപടി. തീരസംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കൊച്ചി രൂപതാ വൈദികർ ഉപവാസ സമരം നടത്തി. ശക്തമായ കടലാക്രമണം നേരിടുന്ന ചെല്ലാനം പഞ്ചായത്തിലെ കണ്ടമാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ആലപ്പുഴ കൊച്ചി രൂപതകളിലെ വൈദികർ ഉപവാസം അനുഷ്ഠിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തോപ്പുംപടി BOT പാലത്തിന് സമീപമാണ് ഉപവാസ സമരം നടത്തിയത്. 2017 ഓക്കിയെ തുടർന്ന് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടൽഭിത്തി തകർന്നതിനെ തുടർന്നാണ് ശക്തമായ കടലാക്രമണം ഈ പ്രദേശത്ത് രൂപപ്പെട്ടത്. അന്നു മുതൽ പ്രദേശത്തെ ജനങ്ങൾ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഫലമായി ചെല്ലാനം ഫിഷിംഗ് ഹാർബർ മുതൽ വടക്കോട്ട് 12.5 കിലോമീറ്റർ കടൽഭിത്തി നിർമ്മിക്കുന്നതിന് സർക്കാർ 340 കോടി രൂപ അനുവദിച്ചു. എന്നാൽ 7.35 കിലോമീറ്റർ ദൂരം മാത്രമാണ് കടൽഭിത്തി നിർമ്മിക്കാനായത്. നിലവിൽ കടൽഭിത്തി തകർന്നിരിക്കുന്ന പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശത്ത് അതിശക്തമായ കടലാക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കടൽഭിത്തിയുടെ നിർമ്മാണം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും കഴിയാത്തവണ്ണം കടലാക്രമണം ശക്തിപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ വിഷയത്തിൽ തുടർച്ചയായ നിസ്സംഗത തുടരുന്ന സാഹചര്യത്തിലാണ് കൊച്ചി ആലപ്പുഴ രൂപതകൾ സംയുക്തമായി സമരം ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചത്. സർക്കാർ പണം അനുവദിക്കുകയും ഭിത്തിയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പ്രധാന ആവശ്യം. BOT ജംഗ്ഷനിൽ ആരംഭിച്ച ഉപവാസം KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ചൂട് ഉദ്ഘാടനം ചെയ്തു. സൂചിപ്പിച്ചതുപോലെ ഇതൊരു മഴക്കാലത്തെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസം മാത്രമല്ല, നമ്മുടെ ഓരോ സമൂഹത്തിനും ഓരോ മക്കൾക്കും വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ ഒരു തുടക്കം മാത്രമായിട്ട് ഇതിനെ കാണുവാനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിനുള്ള സത്വര ഒരു പ്രവർത്തനമാണ്, ചടുലമായ പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ BOT സെന്ററിൽ നടക്കുക. പ്രത്യേകിച്ച് തീരശോഷണത്തിന് സ്വാഭാവികമായ കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ കൃത്രിമമായ കാരണങ്ങളുണ്ട്. സ്വാഭാവികമായ കാരണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം, അതിശക്തമായ തിരമാലകൾ, ന്യൂനമർദ്ദം, അതുപോലെ ചുഴലിക്കാറ്റ്, പിന്നീട് വല്ലപ്പോഴൊക്കെ അല്ലെങ്കിൽ ശക്തമായിട്ടുണ്ടായ സുനാമി പോലെയുള്ള സംഭവ വികാസങ്ങൾ. എന്നാൽ അതിനേക്കാൾ ഉപരിയായി കൃത്രിമമായി മനുഷ്യരുണ്ടാക്കുന്ന ചില പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുണ്ട്. അത് നിർമ്മാണത്തോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. അത് ചിലപ്പോൾ കടലിന്റെ ആഴം കൂട്ടുവാൻ അല്ലെങ്കിൽ തുറമുഖ വികസന പ്രവർത്തനങ്ങളുമായുള്ള ബന്ധപ്പെട്ട നിർമ്മാണങ്ങളാവാം, നദികൾ കെട്ടിയുയർത്തുന്ന അണക്കെട്ടുകളാവാം, അഴിമതിയുടെ ആഴം വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാവാം, ചാനലിന്റെ ആഴം കൂട്ടുന്ന പ്രവർത്തനങ്ങളാവാം. ഇവയൊക്കെ നമ്മുടെ തീരങ്ങളെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ സംരക്ഷിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും കടപ്പാടുണ്ട്. തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്ന് ആരംഭിച്ച വൈദികരുടെ റാലി കൃപാസനം ഡയറക്ടർ റവറൻഡ് ഡോക്ടർ VP ജോസഫ് വലിവറ്റിൽ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 150 വർഷത്തോളമായിട്ടുണ്ട് ഈ കടൽകയറ്റം മൂലമുള്ള വേദന നമ്മൾ അനുഭവിക്കുന്നത്. ഞാനും വ്യക്തിപരമായിട്ട് കടലിന്റെ ആക്രമണത്തിന് ഇരയായിട്ടുള്ളതാണ്. എന്റെ വീടും കണ്ടക്കടവിലെ കടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. വ്യക്തിപരമായി പറയുമ്പോൾ ഒരു ദിവസം എന്റെ അപ്പച്ചനും
ബാൻഡ് സെറ്റിൽ എഴുതുന്ന പള്ളിയിൽ പോയിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ബാൻഡ് പരിപാടിക്ക് പോയ അപ്പച്ചൻ മടങ്ങി വരുമ്പോൾ വീട് പൂർണ്ണമായും നശിച്ചിരുന്നു. ഞാൻ ജനിക്കുന്നതിന് തൊട്ടുമുണ്ട്. ആ വേദന ഇപ്പോഴും പറയുമ്പോൾ, അപ്പച്ചനും അമ്മച്ചിയൊക്കെ പറയുമ്പോൾ ശങ്കുമുട്ടാറുണ്ട്. ചേട്ടന്മാരെ 3 പേരെയും കയ്യിലെടുത്തുകൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ വേദനിച്ചു നിന്ന, സങ്കടപ്പെട്ടു നിന്ന അപ്പച്ചന്റെ അമ്മച്ചിയുടെയൊക്കെ ഓർമ്മ അവർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. വരാപ്പുഴ അതിരൂപത സഹായമിത്രൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി വാലുമൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജനതയുടെ ജീവൻ സംരക്ഷിക്കുവാൻ, കിടപ്പാടം സംരക്ഷിക്കുവാൻ, മനുഷ്യന്റെ മഹത്വപൂർണമായ നിലനിൽപ്പിന് വേണ്ടി നിലകൊള്ളുവാൻ ആലപ്പുഴ കൊച്ചി രൂപതയിലെ വൈദികർ ഈ ജനത്തിന്റെ കൂടെ എന്നുമുണ്ട് എന്ന് ഈ വിശ്വാസ സമൂഹത്തോട്, കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സംവദിച്ചുകൊണ്ട് ഇന്ന് രാവിലെ 9:30 മുതൽ ഈ സമയം വരെ ഏതാണ്ട് 200ഓളം വൈദികർ ഈ സമരപന്തലിൽ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെ പരന്നു കിടക്കുന്ന 17 കിലോമീറ്റർ ദൂരത്ത് തിങ്ങിപ്പാർക്കുന്ന 50,000-ഓളം വരുന്ന നാനാജാതി മതസ്ഥരായ ഒരു ജനതയുടെ നീതിക്ക് വേണ്ടി, നിലവിളിക്ക് വേണ്ടിയുള്ള ഈ ധർമ്മസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന കോട്ടപ്പുറം രൂപതയുടെ ആരാധ്യനായ പിതാവ് അഭിമന്യ അംബ്രോസ് പുത്തൻവേത്തിൽ പിതാവ്. രാവിലെ 10 മണി മുതൽ 4 മണി വരെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള സാമൂഹിക സാംസ്കാരിക നേതാക്കൾ സമരവേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മുൻ MLA ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ളവർ സമരപന്തലിലെത്തി. ഉപവാസധർണയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് വൈകിട്ട് 3 മണിക്ക് പള്ളുരുത്തിയിൽ നിന്നും തോപ്പുംപടി സാന്തോം ജംഗ്ഷനിൽ നിന്നും ബഹുജന റാലികൾ ആരംഭിച്ചു. ബഹുജന റാലി ഉപവാസവേദിയിൽ സമാപിച്ചു. റാലികൾ KCBC സെക്രട്ടറി ജനറൽ റവറൻഡ് തോമസ് തറയിൽ, KLCA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷെറി ജെ തോമസ് എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനം കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. KLCA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷെറി ജെ തോമസ്, ആലപ്പുഴ രൂപതാ വികാരി ജനറൽ ജോയ് പുത്തൻവീട്ടിൽ, കൊച്ചി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഷെയ്ജു പരിയാത്തുശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. KRLCC സെക്രട്ടറി ജനറൽ റവറൻഡ് ഡോക്ടർ ജിജു അറക്കത്തറ സമരപ്രഖ്യാപനം നടത്തി. KRLCC സെക്രട്ടറി മെറ്റൽഡ മൈക്കിൾ, KLCA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി, കൊച്ചി രൂപതാ പ്രസിഡന്റ് പൈലി ആലുങ്കൽ, KLCWA ആലപ്പുഴ രൂപതാ പ്രസിഡന്റ് സോഫി രാജു, കൊച്ചി രൂപതാ പ്രസിഡന്റ് കർമ്മലി സ്റ്റീഫൻ, KCYM നേതാക്കളായ ഇമ്മാനുവൽ, ഢാലിയ ആന്റണി, സോണി പവലിൽ എന്നിവർ സംസാരിച്ചു. സമരസമിതി ചെയർമാൻ റവറൻഡ് ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട്, കൺവീനർ ഫാദർ ആന്റണി കുഴിവേലിൽ, കണ്ണമാലി ഫെറോന വികാരി ഫാദർ ജോപ്പൻ ആണ്ടിശ്ശേരി, കണ്ടക്കടവ് ഫെറോന വികാരി ഫാദർ സോളമൻ ചാരങ്ങാട്ട് എന്നിവർ നേതൃത്വം നൽകി. കെയർ ചെല്ലാനം കൊച്ചി കൺവീനർ ടി എ ഡാൽഫിൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 2 മേഖലകളിൽ നിന്നായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ഇതോടെ തോപ്പുംപടി BOT പാലത്തിൽ ഗതാഗത സ്തംഭനത്തിനും ഇടയാക്കി. സമരത്തിലെത്തിയ ചിലർ പോലീസുമായി തർക്കമുണ്ടാക്കിയത് അല്പനേരം സംഘർഷത്തിനും ഇടയാക്കി. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.